കല്യാണിയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ഇന്നത്തെ കഥ കുറച്ച് ലേറ്റ് ആയിട്ടോ കേട്ടോ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാവരും അത് കാണാത്തവർ അത് കയറി കാണാൻ ശ്രമിക്കണം കേട്ടോ. അങ്ങനെ ഒടുവിൽ ബാലേന്ദ്രനെ വിളിച്ചിട്ട് സ്റ്റാലി ആ കാര്യങ്ങളൊക്കെ പറയുകയാണ്. എനിക്ക് അലീനെ ഒന്നും കൂടി കാണണം, എന്തോ എനിക്കൊന്നുകൂടെ അവളെ കാണാൻ തോന്നുന്നുണ്ട്. അത് കണ്ടതിന് ശേഷം എനിക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, ആയിക്കോട്ടെ, എവിടെ വരണമെന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ അവിടേക്ക് വരാമെന്ന് പറഞ്ഞു. ബാലേന്ദ്രന് ഇഷ്ടമുള്ളൊരു സ്ഥലം പറഞ്ഞോളം പറഞ്ഞു. അങ്ങനെ കല്യാൺ ടെക്സ്റ്റൈൽസിലേക്ക് അലീനയും കൂട്ടി വരാമെന്ന് ബാലേന്ദ്രൻ ഉറപ്പ് കൊടുക്കുകയാണ്. അതിനുശേഷം ഫോൺ വെച്ചതിന് ശേഷം ബാലേന്ദ്രൻ നേരെ അലീനയുടെ അടുത്തേക്ക് വന്നു. അലീനയുടെ അടുത്ത് ചെന്നിപ്പോൾ അലീന ചോദിച്ചു, എന്താ വെച്ചാൽ അതെ നമുക്ക് ടൗൺ വരെ ഒന്ന് പോകണം. ടൗണിലോ? എന്തിനാ? അതെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അല്ല നാളെ പോകാമെന്നല്ലേ അച്ഛൻ പറഞ്ഞേ? ഇന്ന് പോയേക്കാം, ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് ഒന്ന് പോകണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം അലീന പറഞ്ഞു, അല്ലച്ചാ ഇപ്പം എന്തിനാ ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോകുന്നേ? നിനക്ക് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞു. എനിക്ക് ആവശ്യത്തിനുള്ള ഡ്രസ്സൊക്കെ ഉണ്ടച്ചാ, എനിക്കിപ്പം വേറെ ഡ്രസ്സിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അല്ല അത് പിന്നെ ഇനിയിപ്പം നീ ഇവിടുന്ന് പോകുമ്പോൾ നിനക്ക് ഡ്രസ്സൊക്കെ വേണ്ടേ? എവിടെയെങ്കിലും നീ പോവുകയാണെങ്കിൽ, ജോലി ചെയ്യാൻ പോവുകയാണെങ്കിൽ അപ്പം നിനക്കിനിയിപ്പം പിന്നീട് പോയി എടുക്കണ്ടല്ലോ. എന്നാണെങ്കിലും ഇപ്പം നമുക്ക് പോയേക്കാം, വരാൻ പറഞ്ഞു. ആ സമയം അലീന പറഞ്ഞു, അല്ലച്ചാ കൃഷ്ണമോൾ ഉച്ചയ്ക്ക് വരും, അത് സാരമില്ല, അവളിവിടെ വന്നിട്ട് അവളിവിടെ ഇരുന്നോളും, നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, പെട്ടെന്ന് പോയി റെഡിയായിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു, അലീനയും കൂട്ടിക്കൊണ്ട് ബാലേന്ദ്രന് നേരെ കല്യാൺ ടെക്സ്റ്റൈൽസിലേക്ക് ചെല്ലുവാണ്. ഈ സമയത്തെല്ലാം ബാലേന്ദ്രൻ്റെ മനസ്സിൽ വല്ലാത്തൊരു പിടപ്പുണ്ടായിരുന്നു. അലീനയ്ക്ക് അറിയില്ലല്ലോ അലീനയുടെ അച്ഛനാണ് അലീനയെ കാണാൻ വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ പറഞ്ഞു, നിനക്ക് ആവശ്യമുള്ള ഡ്രസ്സൊക്കെ എടുത്തോ, എന്താ വേണ്ടെന്ന് വെച്ചെടുത്തോളം പറഞ്ഞു. അല്ലച്ചാ എനിക്കങ്ങനെ ഡ്രസ്സൊന്നും വേണ്ട, അതെ വെറുതെ എന്നെ കൊണ്ട് വഴക്ക് വെപ്പിക്കില്ല, മര്യാദയ്ക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്തോ. അതെ കൃഷ്ണമോൾക്കും ബബിതയ്ക്കും ഒക്കെ 1-2 ജോഡി എടുക്കണം, ഞാൻ അവർക്കുള്ള എടുക്കാം. അതെ അവർക്കുള്ള ഡ്രസ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞോ? അല്ലച്ചാ സ്വന്തമായിട്ട് ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ടായിട്ട് നമ്മൾ എന്തിനാ ഇവിടേക്ക് വന്നതെന്ന് ചോദിച്ചു. തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് എടുത്താൽ മതി, നീ ഇവിടെ നിന്ന് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ അലീന അങ്ങോട്ട് പറഞ്ഞിട്ട് അലീന എന്ത് ചെയ്തു, അതിലൂടെയൊക്കെ ഓരോ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് ഇങ്ങനെ നോക്കി നടക്കുകയാണ്. ആ സമയം ബാലേന്ദ്ര സ്റ്റാലിയെ വിളിച്ചു. സ്റ്റാലിയെ വിളിച്ചിട്ട് സ്റ്റാലിയോട് പറഞ്ഞു, ഞങ്ങൾ ടെക്സ്റ്റൈൽ ഷോപ്പിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സ്റ്റാലി പറഞ്ഞു, അതെ ഞാനിവിടെ ഓൾറെഡി ഉണ്ടെന്ന് പറഞ്ഞു. സ്റ്റാലി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റാലി വന്നു കഴിഞ്ഞപ്പോൾ സ്റ്റാലിയോട് അവിടുത്തെ സ്റ്റാഫ് ചോദിച്ചു, എന്താ സാറേ വേണ്ടതെന്ന് ചോദിച്ചു. അതെ എനിക്ക് കുറച്ച് ചുരിദാറൊക്കെ വേണമെന്ന് പറഞ്ഞു. കാരണം അലീനയ്ക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന് സ്റ്റാലിയുടെ മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് സ്റ്റാലി എന്ത് ചെയ്തു, അവിടേക്ക് മാറിപ്പോയി ഇങ്ങനെ ആ ചുരിദാർ സെക്ഷനിലേക്ക് അവിടെ പോയിരിക്കണം. അപ്പോൾ അലീന അങ്ങോട്ടേക്കാണ് വന്നത്. സ്റ്റാലി അവിടെ നിന്ന് അലീന ഇങ്ങനെ നോക്കുകയാണ്. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേന് സ്റ്റാലിയുടെ മനസ്സിലേക്ക് വീണ്ടും തൻ്റെ അമ്മച്ചിയുടെ രൂപം വരുവാണ്. ആദ്യം കണ്ടു കഴിഞ്ഞപ്പോൾ തനിക്ക് ഒറ്റ നോടത്തിൽ തൻ്റെ അമ്മച്ചിയാണെന്നാണ് തോന്നിയത്. അത് ശരി തന്നെയാണ്, അതിനൊരു മാറ്റവും ഇല്ല, തൻ്റെ അമ്മച്ചി തന്നെയാണ് ഈ നിൽക്കുന്നത്. അങ്ങനെ അലീനയുടെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഫോണിൽ പകർത്തുന്നുണ്ട്. അപ്പച്ചനെ കാണിക്കാൻ വേണ്ടിയിട്ടാണിത്. കാരണം അപ്പച്ചനിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും തൻ്റെ ഭാര്യയായിരുന്നു ഇതെന്നുള്ള കാര്യം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നു സ്റ്റാലിയുടെ മനസ്സിലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റാലി ഒന്നുകൂടെ അലീനയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് വരാനായിട്ട് പറഞ്ഞത് ബാലേന്ദ്രനോട്. അങ്ങനെ അലീന ഓരോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പിന്നീട് അവിടെ അല്ലാത്ത കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വാച്ച് അങ്ങനെ വേണ്ട ഓർണമെൻറ്റ്സും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി അലീന നടക്കുന്നതൊക്കെ സ്റ്റാലി ശ്രദ്ധിച്ചു. സ്റ്റാലിയെ പിന്നാലെ തന്നെ കൂടി. എന്നെങ്കിലും അലീനയ്ക്ക് മുഖം കൊടുത്തതില്ല. ഒരു കാരണവശാലും തൻ്റെ മുഖം അവൾ കാണില്ലെന്ന് സ്റ്റാലി വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം കഴിച്ചപ്പോൾ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഞാൻ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞു. നിനക്കുള്ള എടുത്തോ? അതെ എനിക്കങ്ങനെ വേണ്ടാന്ന് ഞാൻ പറഞ്ഞല്ലോ അച്ഛാ, അത്യാവശ്യം 1-2 മതിയെന്ന് പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആവശ്യത്തിനുള്ള എടുത്തോണം, അതിനു വേണ്ടി നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേന്ന് പറഞ്ഞു. അതൊന്നും സാരില്ല അച്ഛാന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ അവർ ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം. അലീനോട് പറഞ്ഞു, നീ പോയി കാറിലിരുന്നോ, ഞാൻ ബില്ല് പേ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അലീന കാറിലേക്ക് പോയി. ഈ സമയത്ത് സ്റ്റാലി അവിടേക്ക് വന്നു. സ്റ്റാലി വന്നു കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ ചോദിച്ചു, എന്താ സ്റ്റാലി കണ്ടോ എൻ്റെ മോളേന്ന് ചോദിച്ചു. കണ്ടു, കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ബാലേന്ദ്രനെ വീണ്ടും ബുദ്ധിമുട്ടിപ്പിച്ചില്ല, ക്ഷമിക്കണം കേട്ടോ, എനിക്ക് വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ്. എന്താണെങ്കിലും എനിക്ക് എൻ്റെ അപ്പച്ചനെ കൊണ്ടുപോയി ഈ ഫോട്ടോസും വീഡിയോസും ഒന്നും കാണിക്കണമെന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമെന്ന് പറഞ്ഞു. അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്ത് കാറിലേക്ക് കയറി വന്നിപ്പം അലീന പറഞ്ഞു, അല്ല
എന്താ അച്ഛാ ഇത്ര പെട്ടെന്ന് എനിക്കിങ്ങനെ ഡ്രസ്സൊക്കെ വാങ്ങിത്തണമെന്ന് അച്ഛൻ്റെ ഒരു തോന്നല്? ഒന്നുമില്ല മോളെ, കുറേ നാളായാലേ നിനക്ക് ഡ്രസ്സൊക്കെ എടുത്ത് തന്നിട്ട്, അതുകൊണ്ടാന്നൊക്കെ ഒരു ഒഴുക്കം മട്ടി ബാലേന്ദ്രൻ അങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കൃഷ്ണമോള് ചോദിച്ചു, ആഹാ രണ്ടുപേരും കൂടി ഇത് എവിടേക്ക് പോയതായിരുന്നു? അതെ, കുറച്ച് ഡ്രസ്സ് എടുക്കാൻ പോയതായിരുന്നു പറഞ്ഞു. ഡ്രസ്സോ? ഇത് നേരത്തെ പറയായിരുന്നെങ്കിൽ ഞാനും കൂടെ വരില്ലായിരുന്നു എന്ന് ചോദിച്ചു. ബാലേന്ദ്രൻ പറഞ്ഞു, ഓ പിന്നെ എക്സാമുള്ള നിന്നെയും കൂട്ടിക്കൊണ്ട് പോകണമല്ലേ, നീ ആളെ കൊള്ളാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ബാലേന്ദ്രൻ കൂടെ കയറി പോയി കഴിഞ്ഞപ്പോൾ അലീന പറഞ്ഞു, അതെ നിങ്ങൾക്കുള്ള ഡ്രസ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്കോ? പിന്നല്ലാതെ, ഞാനിവിടെ നിന്ന് ഇനി അധികം വൈകാതെ പോവില്ലേ, അപ്പം പിന്നെ എന്തേലും വാങ്ങിച്ചു നിന്നിട്ട് വേണ്ടേ പോവാനായിട്ട്. എനിക്കിഷ്ടപ്പെട്ട ഡ്രസ്സാണ് നിനക്ക് വേണ്ടി എടുത്തിരിക്കുന്നു പറഞ്ഞു. ചിലപ്പം നിനക്ക് ഇഷ്ടപ്പെടാതെ വന്നാലോ? അത് കേട്ടപ്പോൾ കൃഷ്ണമോൾ പറഞ്ഞു, അലീന ചേച്ചി എടുക്കുന്ന എനിക്ക് ഇഷ്ടപ്പെടാതെ വരുമോ? അലീന ചേച്ചി എന്തെടുത്ത് തന്നാലും എനിക്കത് ഇഷ്ടമാണ്, പക്ഷേ പോകുന്ന കാര്യത്തെക്കുറിച്ച് മാത്രം പറയണ്ടെന്ന് പറഞ്ഞു. ഈ സമയത്തും ഭവിത എവിടെ ഉണ്ടായിരുന്നു? ഭവിത ഹാളിലേക്ക് അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. ആ സമയത്താണ് കൃഷ്ണമോളും അലീനയും കൂടെ സംസാരിക്കുന്നത് കേട്ടത്. പെട്ടെന്ന് അലീനയോട് കൃഷ്ണമോൾ പറഞ്ഞു, ചേച്ചിക്ക് പോവാതിരുന്നു കൂടെ എന്ന് ചോദിച്ചു. പോവാതിരിക്കാനോ? അതെ, ഇവിടുന്ന് പോവാതിരുന്നൂടെ, ഇത് ചേച്ചിയുടെയും കൂടെ വീടില്ലേ, ചേച്ചിയുടെ സ്വന്തം അമ്മയല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് കൃഷ്ണമോളുടെ വാപത്വമാണ് അലീന. ഇത് ഭവിത കണ്ടു. ഭവിത ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചു. ഭവിതയ്ക്ക് ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് ഉണ്ടാവുന്നുണ്ട്. ആ സമയത്ത് അലീന പറഞ്ഞു, അതെ ഇപ്പം ഇതിനെക്കുറിച്ചൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല, പറഞ്ഞത് കേട്ടല്ലോ. ഞാൻ ഇവിടുന്ന് പോയാലല്ലേ മാഡം ഇങ്ങോട്ടേക്ക് വരത്തുള്ളൂ, അതുകൊണ്ടല്ലേ ഞാൻ ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചേ. എന്നാലും അത് വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, വേണം, നിങ്ങളുടെ അമ്മ ഈ വീട്ടിലേക്ക് വരണം നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? അത് കേട്ടതും കൃഷ്ണമോളൊന്നും മിണ്ടിയില്ല. കൃഷ്ണമോൾക്ക് ഭയങ്കര വിഷമായിരുന്നു. അലീന അധികം വൈകാതെ പോവും. ഇപ്പം 1-2 സ്ഥലത്ത് അങ്ങോട്ട് ബാലേന്ദ്രൻ നോക്കി വെച്ചിട്ടുണ്ട്. കുളത്തുപുഴ റെഡിയായില്ലെങ്കിൽ കഴക്കൂട്ടത്തേക്ക് പോകുമെന്നും പറഞ്ഞുകൊണ്ട് അലീന ചേച്ചി ഇരിക്കുന്നത്. അതൊക്കെ കൃഷ്ണമോളെ വല്ലാതെ വേദനിപ്പിക്കുന്ന കാര്യമായിരുന്നു. ഇത്തിരി സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഭവിതയ്ക്കുള്ള ഡ്രസ്സൊക്കെ ആയിട്ട് അലീന അവിടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഭവിത ഇങ്ങനെ അലീനയൊന്ന് നോക്കുകയാണ്. ആ സമയം ഭവിത അലീന ചോദിച്ചു, എന്താടി നീ എന്താ എന്നെ ഇങ്ങനെ നോക്കണമെന്ന് ചോദിച്ചു. ഒന്നുമില്ല, അല്ല എന്തോ കാര്യമായിട്ടുണ്ട്. അത് പിന്നെ ചേച്ചി പോകണമെന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പം അലീന ചോദിച്ചു, അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? അതെ പോവണ്ടേ ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, അത് പോവാതിരിക്കാൻ പറ്റില്ല, നിനക്കറിയാലോ, ഞാൻ ഇവിടുന്ന് പോയെങ്കിലല്ലേ അമ്മ ഇവിടേക്ക് വരുള്ളൂ. നിങ്ങളുടെ അമ്മ ഇങ്ങോട്ടേക്ക് വരണം നിങ്ങൾക്ക് ആഗ്രഹമില്ലെന്ന് ചോദിച്ചു. അതെ ചേച്ചി പോയിട്ട് ആരും ഇവിടേക്ക് വരണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചേച്ചി കുറേ ദ്രോഹിച്ചിട്ടൊക്കെ ഉണ്ട്, എന്നോട് എല്ലാത്തിനും ക്ഷമിക്കണം കേട്ടോ, ഞാൻ അറിയാതെ ചെയ്തു പോയ തെറ്റുകൾ അതൊക്കെ, എനിക്ക് അറിയില്ലായിരുന്നു ഒന്നും എന്ന് പറഞ്ഞു. എന്ത്? ഒന്നും എനിക്ക് അറിയുണ്ടായിരുന്നില്ല, അങ്ങനെയാണ് ഭവിത പറയണേ. അപ്പോഴേക്കും അലീന പറഞ്ഞു, സാരമില്ല പോട്ടെ, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ഒന്നും വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. ചേച്ചി എല്ലാത്തിനും എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ പേരിൽ ചേച്ചിക്ക് മനസ്സിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല, ചേച്ചി ഇവിടെ നിന്നാൽ മതി, ഞാൻ ചേച്ചിയെ അങ്ങനെ ദ്രോഹിക്കത്തൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അതൊക്കെ എനിക്കറിയാം മോളെ, നീ എന്നെ ആദ്യം വന്ന സമയത്ത് കുറേ ദ്രോഹിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷേ അതൊക്കെ എനിക്കറിയാം, നിനക്ക് ഒന്നും അറിയില്ലാത്തതുകൊണ്ട് നീ ചെയ്തതാണ്. പിന്നീട് നീ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി, ഇവിടെയുള്ള മറ്റുള്ളവരെന്നെ സ്നേഹിച്ച് അവർക്ക് പല കാര്യം അറിയാവുന്നതുകൊണ്ട്, പക്ഷെ നീ അങ്ങനെ ആയിരുന്നില്ല, നിൻ്റെ നിസ്വാർത്ഥമായ സ്നേഹമാണ്, നിനക്ക് എന്നോട് കളങ്കമില്ലാത്ത സ്നേഹമാണ്, ഒന്നും അറിയില്ലാതെ നീ എന്നെ സ്നേഹിച്ചത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഭവിതയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അലീന ഭവിതയെ ചേർത്ത് പിടിച്ചു. വിഷമിക്കണ്ട, ഞാൻ എവിടെ പോയാലും ഞാൻ ഇടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരില്ലേ, നിങ്ങളെയൊക്കെ കാണാതിരിക്കാൻ എനിക്ക് പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അലീന അവിടുന്ന് മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയത്. ഭവിതയ്ക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനായിരുന്നു. അലീന പോവല്ല എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അലീന പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നൊരു ചിന്ത ഭവിതയുടെ മനസ്സിലുണ്ടായിരുന്നു. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അലീനയെ. ആ സമയത്ത് സ്റ്റാലിൽ പോയിട്ട് അലീനയുടെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് നോക്കണം. കണ്ടിട്ട് സ്റ്റാലിക്ക് മതിയാവുന്നുണ്ടായിരുന്നില്ല. പിന്നീട് അവധിക്കുട്ടി ചായനെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പച്ചൻ അത്യാവശ്യമായിട്ട് ഇവിടേക്ക് വരണമെന്ന് പറഞ്ഞു. എന്താടാ മോനെ കാര്യം? അത് ഞാൻ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞു. ആ സമയം അവധിക്കുട്ടി ചായൻ പറഞ്ഞു, എടാ കഴിഞ്ഞ ദിവസമല്ല ഞാൻ ഒന്ന് വന്നത്, അത് സാരമില്ല, ഒന്നുകൂടെ വാ, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഇനി ഇത് വെച്ചുകൊണ്ടിരുന്നൊരു കാര്യമില്ല, എത്രയും പെട്ടെന്ന് അലീനയെ കൂട്ടിക്കൊണ്ട് പോകണം എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു സ്റ്റാലിയുടെ മനസ്സിൽ. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.